കൂട്ടുകാരെ, ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഭൂമിയുടെ അവകാശികൾ എന്ന പറയുന്ന നോവലാണ്. മലയാള സാഹിത്യത്തിലെ സുൽത്താൻ എന്നറിയപ്പെടുന്ന വൈക്കം മുഹമ്മദ് ബഷീറിന്റെ മനോഹരമായ രചനയാണ് ഭൂമിയുടെ അവകാശികൾ. മനുഷ്യരെ പോലെ തന്നെ മറ്റ് ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ അവകാശമുണ്ട് എന്നാണ് വൈക്കം മുഹമ്മദ് ബഷീർ ഈ കഥയിലൂടെ പറയുന്നത്. എല്ലാ രചനകളും പോലെ തന്നെ വളരെ ലളിതമായ നർമ്മബോധത്തോടെ എല്ലാവർക്കും രസിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ അവതരണം. കാലത്തിനു മുമ്പേ ബഷീർ എന്ന എഴുത്തുകാർ സഞ്ചരിച്ചിരുന്നു എന്നതിന് ഉത്തമ ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ ഈ ചെറുകഥ. താൻ വില കൊടുത്ത് വാങ്ങിയ തനിക്ക് മാത്രം സ്വന്തമെന്ന് അവകാശപ്പെടുന്ന പുരയിടത്തിൽ അനുവാദം കൂടാതെ കടന്നു വരുന്ന പക്ഷികൾ, ചിത്രശലഭങ്ങൾ, പാമ്പ്, പഴുതാര തുടങ്ങിയവയെ ആട്ടിപ്പായ്ക്കാനോ കൊല്ലാനോ ശ്രമിക്കാത്ത ഗൃഹനാഥനും എന്നാൽ അവയെ ആട്ടിപ്പായ്ക്കാൻ കൊല്ലാൻ ശ്രമിക്കുന്ന ഭാര്യയുമാണ് ഈ കഥയിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ ലോകത്ത് ഒന്നിനും നശിപ്പിക്കാത്ത മനുഷ്യൻ ജീവിക്കാൻ കഴിയില്ലേ എന്ന അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിന് വളരെ പ്രശസ്തിയുണ്ട്. ഇത് വായിച്ചു തരുമ്പോൾ നമ്മുടെ മനസ്സ് പറഞ്ഞ് നമുക്ക് കേൾക്കാം, സർവ്വ ജീവജാലങ്ങളും ഭൂമിയുടെ അവകാശികൾ തന്നെയാണ്.